നമുക്കിന്ന് കുറച്ച് നഗാസ്, ആൻറ്റിക്, പ്രഷ്യ കളക്ഷൻസിലൊക്കെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കണ്ടാലോ? ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്ത ലോങ് വീഡിയോ ഇതാവട്ടെ എന്ന്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനേ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണേ ഉള്ളത്, തൊടുപുഴ ബ്രാഞ്ചിലുള്ള. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 1-2 സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന്. ഇതൊക്കെ നഗാസ്, ആൻറ്റിക് കളക്ഷൻസിൽ വരുന്ന മാലകളാണ് കേട്ടോ, നെക്ലേസുകളും. അപ്പോൾ ഇതിൽ ആ രണ്ടാമതിരിക്കുന്ന മാല കണ്ടോ, അത് മലബാർ ഗോൾഡിൻ്റെ പ്രഷ്യ എന്ന് പറഞ്ഞ അവരുടെ തന്നെ ബ്രാൻഡിൽ വരുന്ന കളക്ഷനാണ്. അതിൽ അൺകട്ട് ഡയമണ്ട്സ്, റൂബി, എമറാൾഡ് അതൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആ രണ്ടാമത്തെ മാല. മുകളിലത്തെ നെക്ലേസ് എന്ന് പറയുന്നത് പക്ക നഗാസ് കളക്ഷനിൽ വരുന്നതാണ്, മുകളിലത്തെ ഇപ്പം കാണുന്ന ഈ നെക്ലേസ്. പിന്നെ ഉണ്ട് കേട്ടോ നോർമൽ സ്റ്റോൺസ് വെച്ച മാലകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് നോർമൽ സ്റ്റോൺ ആണ്. ആ ഗ്രീൻ സ്റ്റോൺ വരുന്നത് നോർമൽ സ്റ്റോൺ ആണ്. ഇതിന് പക്ഷേ റീസെയിൽ വാല്യൂ ഇല്ല കേട്ടോ. ആ ഫസ്റ്റ് മാലയുടെയും നെക്ലേസിൻ്റെയും വരുന്നത് നോർമൽ സ്റ്റോൺ ആണ്, റീസെയിൽ വാല്യൂ ഇല്ല. അപ്പോൾ ഈ പ്രഷ്യ കളക്ഷൻസിൽ ഇത് കണ്ടോ, ഈ മാല വന്നിട്ട് ഇത് റൂബി എമറാൾഡ് വെച്ചിട്ടുള്ള മാലയാണ് രണ്ടാമത് കിടക്കുന്നത്. അതിന് നമുക്ക് ആ സ്റ്റോണിന് റീസെയിൽ വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പണിക്കൂലി വരുന്നത് 25 to 26% എന്തോ ആണ് പണിക്കൂലി വരുന്നത്. ഇപ്പോൾ നമുക്ക് വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ എന്തോ 15 to 16% ഏതെങ്കിലുമൊക്കെ സ്കീമിലൊക്കെ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓഫറൊക്കെ ഉണ്ട്. ഈ പെൻഡൻറ്റ് കണ്ടോ, ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിലെ എല്ലാ കളക്ഷൻസും, ഈ ടെമ്പിൾ കളക്ഷൻസിൽ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമാണ്, ഓരോ വർക്കും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, എനിക്കല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഈ കല്ലൊക്കെ വെച്ച ഓർണമെൻറ്റ്സിനോട് എനിക്ക് ഇച്ചിരി ഒരു ചായവുണ്ട് കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പിന്നെ ഇതൊന്നും നമുക്കങ്ങനെ നോർമലി ഇപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ജ്വല്ലറിയിലൊന്നും പോകുന്നില്ല. അപ്പോൾ പോയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് കാണാമെന്ന് കരുതി. അതുപോലെ തന്നെ ആ എടുത്തു തരാൻ നിന്ന ചേട്ടനാണെങ്കിലും ഉണ്ടല്ലോ, നല്ല ഒരു ആളായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തന്നു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് പിന്നെയും ആ ചേട്ടാ അതൊന്നും എടുത്ത് കാണിക്കുമെന്ന് ചോദിക്കുന്നതിനൊന്നും ഒരു മടിയൊന്നും തോന്നിയില്ല കേട്ടോ. ചില ഷോപ്പിൽ പോകുമ്പം ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മടി തോന്നില്ലേ ചിലരുടെ ബിഹേവിയറൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മാലയൊക്കെ എടുത്ത് ട്രൈ ചെയ്തു. കുറേയൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ടും മടുത്തു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പം ഇത് എന്താ പറയുക, ലൈറ്റ് വെയ്റ്റും വരുന്നുണ്ട്. അതായത് ചില മാലകളൊക്കെ 2.5-3 പവനൊക്കെ ഉള്ളൂ കേട്ടോ, ചില നെക്ലേസുകളൊക്കെ. അതുപോലെ തന്നെ ബാംഗിൾസ് ആണെങ്കിലും കണ്ടോ, ഇത് കണ്ടോ, ഇത് മറ്റേ എന്താ പറയുക, ബോംബെ കളക്ഷനിലുള്ള വളയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വളയാണ്. പിന്നെ അതുപോലെ തന്നെ വളകളിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റോൺസ് വെച്ചതും അങ്ങനെ പല പല റേറ്റിലുള്ള 2.9% തൊട്ടിട്ടാണ് പണിക്കൂലി വരുന്നത്. അപ്പം അത് 26% മീൻസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നഗാസിൻ്റെ ഈ റൂബി എമറാൾഡൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് വരുന്നത് 26%, 25% അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നോക്കിയത് ഇങ്ങനത്തെയൊക്കെ വളകളാണ് കേട്ടോ നമ്മൾ നോക്കിയത്. പക്ക കേരള മോഡൽസ് അല്ല കേട്ടോ നമ്മൾ നോക്കിയത്. പിന്നെ എനിക്ക് വേറൊരു വള ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് നമ്മുടെ നോർമൽ ഇത് കണ്ടോ, ഈ വള ഇത് ഓവൽ ഷേപ്പാണ്. ഇത് കണ്ടോ, ഓരോന്നും എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയോ കാണാൻ. ഈ വളയിലും റൂബി മറ്റേ എമറാൾഡും വെച്ചിട്ടുള്ള ഒരു വളയാണ് ഇത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചേർന്ന് കിടന്നോളൂ. എനിക്ക് നോർമലി വള ഇടാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നെ പോലെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ ചെയിൻ ഇടണം, അങ്ങ് ചേർന്ന് കിടന്നോളും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന വളയ്ക്ക് 22% ആണ് പണിക്കൂലി വരുന്നത്. അപ്പം ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എലഗൻ്റാണ്. ഓരോ പീസും യൂണീക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോരാൻ തോന്നും ഓരോന്നും. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇത് ഇടാനും ഊരാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ചില ബാംഗിൾസിൽ ഇങ്ങനെ ഭയങ്കര കുഞ്ഞൊരു കൊളുത്തുണ്ടാവില്ലേ, അത് ഭയങ്കര പാടല്ലേ ഇടാൻ. പക്ഷേ ഇതുണ്ടല്ലോ, നമുക്ക് സൈഡിലൊരു സാധനമുണ്ട്, അതിങ്ങനെ അകത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഊരാൻ പറ്റും. മേടിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ഇടാനും ഊരാനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ, ഇതും ആൻറ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ആൻറ്റിക് നഗാസ് കളക്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മുസ്ലിം വെഡ്ഡിങ്സിനൊക്കെ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. എൻ്റെ ഫോണിലെ ക്ലാരിറ്റി ഇഷ്യൂസ് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. പിന്നെ ഈ നെക്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൺകട്ട് ഡയമണ്ട് പ്ലസ് റൂബി എമറാൾഡ് സ്റ്റോൺസ് വെച്ചാണ്. നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ കൂട്ട് ഈ മുസ്ലിം വെഡ്ഡിങ്സിനൊക്കെ പറ്റിയ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. പിന്നെ സിമ്പിൾ ചെയിൻസും ഞാൻ കുറേ ഇങ്ങനെ നോക്കിയായിരുന്നു. അതൊന്നും ഇട്ട് നോക്കിയില്ല. നമ്മൾ ഇട്ട് നോക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറേ ഇതും കൂടെ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട്, ഇതൊക്കെ സിമ്പിൾ ചെയിൻസ് ആണ്.
പിന്നെ നമ്മൾ വളയുടെ സെക്ഷനിലോട്ടൊക്കെ വന്ന് കുറച്ച് വളയും കൂടിയൊക്കെ നോക്കി. അങ്ങനെ ആദ്യമായിട്ടൊരു ജുവലറിയിൽ പോയി കുറേ ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ.